വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 20-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള തിരുവചന ഭാഗം. ഈശോയുടെ അധികാരത്തെക്കുറിച്ചാണ് ജനങ്ങൾ ചോദിക്കുക. എന്ത് അധികാരത്തിലാണ് നീ ഇതൊക്കെ ചെയ്യുകയെന്ന്? ഈശോ ഇപ്രകാരം മറുപടി കൊടുത്തു: സ്നാപകന്റെ കർമ്മങ്ങളൊക്കെ ഏത് അധികാരത്തിലായിരുന്നു? സ്വർഗത്തിൻ്റെതോ അതോ മനുഷ്യരുടേതോ? അവർ ഉത്തരം പറയാൻ മടിച്ചു. അറിയാൻ മേലഞ്ഞിട്ടല്ല, ഞാനത് പറഞ്ഞാൽ അത് പലപ്പോഴും എനിക്ക് ദോഷമാകുമെന്ന് ഒരു ബോധ്യമുള്ളത് കൊണ്ടാണ് ആ ജനക്കൂട്ടം അത് പറയാതിരുന്നത്. നമ്മളിന്ന് ആധുനികത്തിലായിരിക്കുമ്പോഴും സാഹചര്യം സമാനം തന്നെയാണ്. നമുക്ക് പല ഉത്തരങ്ങളുമൊക്കെ അറിയാം. നമ്മളത് പലപ്പോഴും നമ്മുടെ ചില സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റി വെച്ചുകൊണ്ടത് പറയാതിരിക്കുകയാണ്. സ്വർഗവും ഭൂമിയും ഒക്കെ ആനന്ദിക്കുന്ന ഇടമാവണം നിൻ്റെ വിശ്വാസവും നിൻ്റെ ആഘോഷങ്ങളുമൊക്കെ. മാനുഷികമായ ചിന്തയിൽ നിന്ന് കടന്നു വരുന്ന ഒന്നല്ല അത്. നിനക്ക് കൂദാശകളിൽ നിന്ന് കിട്ടപ്പെട്ട ദൈവികമായ നന്മ, ചില അധികാര സ്വാതന്ത്ര്യങ്ങളൊക്കെ നന്മയിൽ വിനിയോഗിക്കുവാനാണ്. ഒരപ്പൻ ഭവനത്തിലായിരിക്കുമ്പോൾ അപ്പൻ അധികാരമെടുക്കണം. മക്കളെ ശാസിക്കുവാനും അവർക്ക് നന്മ പറഞ്ഞു കൊടുക്കുവാനും. തല്ലും ചൊല്ലും കൊടുത്ത് വളർത്തണമെന്നാണ് പഴമക്കാർ പറയുക. ചോറ് മാത്രം കൊടുത്താൽ പോരാ. അതൊരമ്മ, ഒരു ജീവിത പങ്കാളി, ജീവിത ഇടങ്ങൾ, അധ്യാപകർ, സ്നേഹമുള്ളവരെ, നമുക്ക് ആയിരിക്കുന്ന ഇടങ്ങളിൽ അത് നന്മയ്ക്ക് വിനിയോഗിക്കുക. ചോദ്യങ്ങളുണ്ടാവാം, വിമർശനങ്ങളൊക്കെ ഉണ്ടാവാം. ചുറ്റുപാട് നമുക്ക് കാണുന്നുണ്ട് ഒരുപാട്. ഒരു നന്മ ചെയ്യുമ്പോൾ ആ നന്മയ്ക്ക് ഒരുപാട് തടസ്സമായി നന്മയുടെ ഭാവങ്ങൾ തന്നെ കടന്നു വരാം. ഏറ്റവും നമ്മൾ സ്നേഹിച്ച വ്യക്തികൾ, നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് കരുതിയവർ, എല്ലാ ആപത്തിലും വേണ്ടി സഹായിക്കുന്ന കരുതിയവരൊക്കെയാണ് പലപ്പോഴും ഏറെ സങ്കടമായി നമ്മുടെ കൂടെ ഉണ്ടാവുക. നമ്മുടെ അനുഭവം അങ്ങനെ തന്നെയല്ലേ? നമ്മുടെ സൗഹൃദങ്ങളൊക്കെ ഒന്ന് ഓർത്ത് നോക്കിയേ. നമ്മുടെ കുഞ്ഞുനാളിലൊക്കെ നമ്മുടെ കൂടെ ആയിരുന്നവർ, ചത്തുപോയാലും ഒരു കുഴിയിൽ പോകണമെന്ന് പറഞ്ഞവരൊക്കെയാണ് പിന്നീട് എപ്പോഴോ ജീവിതത്തിൽ ചില ഇടങ്ങളിലും സാഹചര്യങ്ങളിലുമൊക്കെ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് മാറിയവർ. നമ്മുടെ സ്വകാര്യത ഏറ്റവും മനസ്സിലാക്കിയവർ, എൻ്റെ സങ്കടങ്ങൾ, എൻ്റെ ബലഹീനം മനസ്സിലാക്കിയവരൊക്കെ തന്നെയാണ് ചില ഇടങ്ങളിൽ നമ്മളെയൊക്കെ പുറകിൽ നിന്ന് കൊത്തിയവരും. ജീവിതത്തിൻ്റെ ഇടങ്ങളിലൊക്കെ നന്മയായിട്ട് പോകുവാൻ, ദൈവത്തിൻ്റെ വലിയ ശക്തിയിൽ ശരണപ്പെട്ടുകൊണ്ട്, അവൻ്റെ അധികാരത്തിൽ ശക്തിപ്പെട്ടുകൊണ്ട്, വിശ്വസിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ നമുക്ക് തീരുമാനമെടുക്കാം. ദൈവത്തിൻ്റെ എല്ലാ നന്മയും നമ്മിലേക്ക് കടന്ന ചാലങ്ങളാണ് കൂദാശകൾ, പൗരോഹിത്യം, വീട്ടിലെ മാതാപിതാക്കൾ, അപ്പൻ, അമ്മ, അധ്യാപകരൊക്കെ, അവരൊക്കെ ദൈവിക ഭാവങ്ങളിൽ കാണുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. എല്ലായിടത്തും സ്വർഗതുല്യമായ അനുഭവം ഉണ്ടാകുവാൻ നമുക്ക് നമ്മളത് വിട്ടുകൊടുക്കുകയും ചെയ്യാം. ഹൃദയം തുറന്നുകൊണ്ട് എല്ലാവരെയും സ്നേഹിച്ച് ഈ ദിനം അനുഗ്രഹമാവട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലായ്പ്പോഴും നാം ഓരോരുത്തരും അനുഗ്രഹമാവട്ടെ. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.